എം.ടി. വാസുദേവൻ നായർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഭൗതിക പുരോഗതി എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ പ്രാകൃതമായ ഒരവസ്ഥയിൽ നിന്ന് കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളുടെ എയർ ടാക്സി യുഗത്തിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ മലയാളിയുടെ ഭാവുകത്വത്തെയും അതുപോലെ മലയാള സാഹിത്യത്തെയും മലയാളിയുടെ ജീവിതത്തെ പോലും മലയാളിയുടെ വൈകാരികതയെ പോലും എം.ടി. സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എം.ടി. ആ ഒരു സ്വാധീനത്തെ എങ്ങനെയാണ് രാമേന്ദ്രൻ കാണുന്നത്? എം.ടി. വാസുദേവൻ നായർ എനിക്ക് മുമ്പുള്ള തലമുറയിൽപ്പെട്ട ആളാണ് എം.ടി. വാസുദേവൻ നായർ. പക്ഷേ എൻ്റെ തലമുറയും സ്വാധീനിച്ചിട്ടുള്ള ആളാണ് എം.ടി. വാസുദേവൻ നായർ. പക്ഷേ എം.ടിക്ക് ശേഷം കുറേയും കൂടി ശക്തമായ സ്വാധീനം എൻ്റെ തലമുറയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒ.വി. വിജയനാണ്. ഒ.വി. വിജയൻ തുടങ്ങി മാധവിക്കുട്ടി അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കുറേയും കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എം.ടി. വാസുദേവൻ നായരുടെ കഥകൾ എഴുതിയാണല്ലോ തുടങ്ങുന്നത്. വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞ കഥയ്ക്ക് മാതൃഭൂമി മത്സരത്തിൽ സമ്മാനം കിട്ടി. വളരെ ചെറുപ്പത്തിൽ തന്നെ 24-ാമത്തെ വയസ്സിലോ മറ്റോ സാഹിത്യ അക്കാദമി അവാർഡ് 4 കെട്ടിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ചെറുപ്പത്തിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. നോവലുകളും നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ നോവലുകളിൽ നോക്കുമ്പോൾ ഈ നമ്മൾ വായിക്കുന്ന ഇംഗ്ലീഷ് നോവലുകളിലോ, കാരണം ലെയേഴ്സ് ഓഫ് മീനിങ് എന്ന് നമ്മൾ പറയും, പല അർത്ഥതലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് എം.ടിയുടെ രചനാലോകത്തിലില്ല. വളരെ അപൂർവം പിൽക്കാലത്ത് എഴുതിയ ഷെർലക്ക് പോലുള്ള കഥകളിൽ ഉണ്ടായിരുന്നല്ലാതെ ആദ്യകാലത്തുള്ള കഥകൾ നോവലുകളും ഒക്കെ ഒരു നായർ സമുദായത്തിൻ്റെ തകർച്ചയുടെ പല തരം രാഷ്ട്രീയവും സാമൂഹികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായ സമുദായ തകർച്ച അത് ചിത്രീകരിക്കുന്ന എഴുത്തുകളാണ് ഉണ്ടായത്. അതിൽ കുറച്ചെങ്കിലും മാറി നിൽക്കുന്ന കൃതികൾ ഉള്ളതും മഞ്ഞും പിന്നെ അസുരവിത്ത്, ഈ രണ്ടല്ലാതെ ഇനി നിലനിൽക്കും എന്തെങ്കിലും എന്ന് വിചാരിച്ചാൽ തന്നെ ഈ 2 പുസ്തകങ്ങളല്ലാതെ ഉണ്ടെന്നും തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ, ഇപ്പം വാനപ്രസ്ഥം പോലുള്ള ചെറുകഥകളൊക്കെ, ഈ ചെറുകഥകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എം.ടിയുടെ ഒരു സാഹിത്യപരമായ ഈ പറഞ്ഞതുപോലെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒ.വി. വിജയൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ അതിനോട് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ പോലും നമുക്കൊരു സാഹിത്യത്തിൻ്റെ നിലവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ എം.ടിയെ നിലനിർത്തുന്നത് ചെറുകഥകൾ തന്നെ ആയിരിക്കത്തില്ലേ? എം.ടിയെ നിലനിർത്തുന്നത് അപൂർവം ചില ചെറുകഥകൾ മാത്രമായിരിക്കും. കാരണം നിലനിൽക്കുന്ന ചെറുകഥകളൊക്കെ ആ കാലത്തൊക്കെ മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യമൊക്കെ വളരെ സംശയമാണ്. ഇപ്പോൾ 100 വർഷം 100 കഥ എന്ന് പറഞ്ഞിട്ട് കെ.എസ്. രവികുമാർ എഡിറ്റ് ചെയ്ത പുസ്തകം നമ്മൾ എടുത്തിട്ട് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഭാഷ ഉണ്ടല്ലോ, ഭാഷ വളരെ പുരാതനമായിട്ട് ഭാഷയിലുണ്ടായിട്ടുള്ള ഭാവുകത്വ മാറ്റമൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെടിപ്പുണ്ടാവുന്ന എഴുത്തുകളാണ് ആ 100 വർഷം 100 കഥ എന്ന് പറയുന്നതിലൊക്കെ വരുന്നത്. ആ ചെടിപ്പ് പക്ഷെ ബഷീറിന്റെ ഭാഷയിലൊന്നും ഇല്ലതാനും. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയെക്കുറിച്ച് തന്നെ മറന്നു പോകുമല്ലോ. അതെ. അപ്പോൾ അതെന്നും പച്ചമലയാളം, അതായത് ഈ ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ എഴുതിയതിൻ്റെ ഗുണമാണ് അത് നിലനിൽക്കുന്നത്. മറ്റേതിൻ്റെ അകത്ത് ഈ കൃത്രിമത്വം ഒക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഭാഷയിൽ അത്. ഇപ്പോൾ ഉദാഹരണത്തിന് എം.ടിയുടെ വലിയ സംഭാവനയായിട്ട് നമ്മുടെ വലിയ സാഹിത്യ ധാരണകളൊന്നും ഇല്ലാത്ത ആളുകൾ എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ് രംഗബോധമില്ലാത്ത കോമാളി എന്ന് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. വലിയ ഗുണമെന്നുള്ള പ്രയോഗം ഇല്ലത് മരണത്തിനെ പറ്റി. ഇതിനേക്കാൾ അതിനകത്തൊരു ആംഗലേയ ഒരു പരിഭാഷയുടെ ഛായ ഉണ്ട് തന്നെ. ഇംഗ്ലീഷിൽ തന്നെ ഇതിനേക്കാൾ വലിയ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സന്ത് ജ്ഞാനേശ്വരൻ്റെ ജ്ഞാനേശ്വരി വായിക്കുമ്പോൾ ഒരു വാചകം വായിച്ചിട്ട് ഞാൻ ശരിക്കും അമ്പരന്ന് പോയി. പറഞ്ഞിരിക്കുന്നത് പ്രച്ഛന്നമായി എത്തിയ മരണമാണ് ജീവിതം. ഇങ്ങനൊരു വാചകം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അത് വായിക്കുമ്പോൾ. ഭഗവത്ഗീതയുടെ കമൻട്രിയാണ്, സാധാരണ കാര്യങ്ങളായിരിക്കും പറയുന്നതെന്ന് വെക്കുമ്പോഴാണ് ലൈഫ് ഈസ് ഡെത്ത് ഇൻ ഡിസ്ഗൈസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താവുന്ന വിധത്തിൽ ലൈഫ് ഈസ് നത്തിങ് ബട്ട് ഡെത്ത് ഇൻ ഡിസ്ഗൈസ് എന്നുള്ള ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഷേക്സ്പിയർ പോലും അതിൻ്റെ ഇഴയിലത്ത് നിൽക്കില്ല. ഇത്തരം പ്രയോഗങ്ങൾ. പിന്നെ
സ്വാമി രംഗനാഥാനന്ദ ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു കവിതാശകലം, അത് ഇംഗ്ലീഷ് ഏത് കവി എഴുതിയതാണെന്ന് രംഗനാഥാനന്ദ പറഞ്ഞിട്ടില്ല, ആരാണെന്നും എനിക്കറിയില്ല. നാം ജനിക്കുമ്പോൾ തുടങ്ങുന്ന വിലാപയാത്രയുടെ ബ്യൂകളാണ് ഹൃദയസ്പന്ദനം. ഇത് രംഗനാഥാനന്ദ ഇതിന്റെയൊക്കെ ഇതിന്റെ വേറൊരു പിന്നെ പ്രയോഗമാണ് ഡെത്ത് ഈസ് ദ ഡോർ ടു ഇമ്മോർട്ടാലിറ്റി, കസാൻസാക്കിസിന്റെ. ഈ കസാൻസാക്കിസിന്റെ പേര് പറഞ്ഞത് വളരെ നന്നായി. കാരണം എന്താന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാഹിത്യത്തിൽ ഈ നമ്മൾ എഴുതുന്നതിൻ്റെ ഉള്ളിൽ ആത്മീയതയുണ്ടോ എന്നുള്ളതാണ് ഇത് നിലനിൽക്കാനുള്ളത്. അങ്ങനെയാണ് കസാൻസാക്കിസ്, ദസ്തയേവ്സ്കി. കാരണം മനുഷ്യന്റെ ഈ ആങ്സ്റ്റ് എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, സംഗ്രാസം എന്നൊക്കെ പറയുന്നത്, അതാണ് പിന്നീട് അന്വേഷണമായി മാറുന്നത്. ആ ഒരു ആത്മീയ അന്വേഷണം എം.ടിയുടെ ഒരു രചനയിലുമില്ല. അത് ഉണ്ടാകാവുന്ന ഒരു രചനയായിരുന്നു വാരാണസി. കാരണം കാശിയുടെ പശ്ചാത്തലത്തിലാണല്ലോ എഴുതുന്നത്. പക്ഷെ അതിൽ ആത്മീയത ഒരു തുള്ളി പോലും ഇല്ല. വീണ്ടും എനിക്ക് തോന്നിയിട്ടുള്ള സാധനമാണ്. മാത്രമല്ല എം.ടിയുടെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് അദ്ദേഹത്തിന് നല്ല കയ്യിൽ നന്നായിട്ട് ഒതുക്കും. ഇപ്പോൾ ചെറുകഥയാണെങ്കിലും നോവലാണെങ്കിലും ഒരു ലാംഗ്വേജും ആ ക്രാഫ്റ്റ് എപ്പോഴും എം.ടിയുടെ ഇപ്പോൾ സിനിമയുടെ തിരക്കഥകളെടുത്ത് തന്നെ നോക്കി അറിയാൻ പറ്റും. ഇപ്പം വടക്കൻ വീരഗാഥ, അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോൾ നേരത്തെ രമേന്ദ്രൻ പറഞ്ഞതുപോലെ ഈ ആത്മീയതയുടെ അംശം എന്ന് പറയുന്ന സാധനം, ഈ ആത്മീയത എന്ന് പറയുന്ന സാധനത്തിന് തന്നെ പല രീതിയിലാണ് മനസ്സിലാക്കുന്ന സാധനം. അതൊരു സത്യാന്വേഷണത്തിൽ കണ്ടെത്തുന്ന ഒരവസ്ഥയാണ്. ആ അന്വേഷണമാണ് എം.ടിയുടെ സാഹിത്യ രചനകളിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. ഈ കൊട്ടി ഘോഷിക്കപ്പെട്ട വാനപ്രസ്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ മറ്റേ മൂകാംബികയുടെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൻ്റെ, അതിലും ആത്മീയത ആകായിരുന്നു. പക്ഷെ ഒരു മാഷായിരുന്ന ഒരാൾ വളരെ വർഷത്തിന് ശേഷം കാമുകിയായിട്ടുള്ളൊരു സ്ത്രീയെ 60 വയസ്സിന് ശേഷം അവിടെ നിന്ന് മറ്റേ കണ്ടുമുട്ടുമ്പോഴും കാമം മുക്രയിടുന്നതാണ് കഥയിലുള്ളത്. തീർച്ചയായിട്ടും. അല്ല, അവിടെ അത് ഈ യുക്യോ മിഷിമയുടെ ആക്ട് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. സത്യത്തിൽ ആ കഥയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഒറിജിനൽ അല്ല. അതിലൊരു ഗുരു ശിഷ്യയും കൊണ്ട് ഒരു ക്ഷേത്ര നഗരത്തിലേക്ക് പോവുകയാണ്. ആക്ട് ഓഫ് വർഷിപ്പ് കുറച്ച് നീണ്ട കഥയാണ്. പക്ഷെ അതിൽ മുഴുവൻ സ്പിരിച്വാലിറ്റിയാണ്. ഇതിൻ്റെ ഈ അർത്ഥരഹിതമായ സംഭവങ്ങളുണ്ട്, ഈ കാമത്തിൻ്റെ ഒക്കെ. ഇത് 60 വയസ്സിന് ശേഷവും വാനപ്രസ്ഥത്തിൽ എന്ന് പറയുന്നത് പോലും അതിനെ സ്പിരിച്വലായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഉദാത്തമായി മാറുന്നത്. അങ്ങനെ അതിൽ സംഭവിച്ചില്ല വാനപ്രസ്ഥം. അതാണ് അതിലെ വാനപ്രസ്ഥം അതിൽ എം.ടിയുടെ ഒരു കാരണം നമ്മളെയൊക്കെ സ്വാധീനിച്ച ഒരു സംഗതി. നമ്മുടെയൊക്കെ 20കളിൽ ഈ എം.ടിയുടെ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഹരം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മളൊന്ന് വായിക്കുകയും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ അത്യാവശ്യം ഒരു നല്ല ലോക സാഹിത്യത്തോടും അല്ലെങ്കിൽ വായനയോടും ഒക്കെ താല്പര്യമുള്ള കുട്ടികളുടെ അടുത്ത്, ഇത് മലയാളം അറിയാവുന്ന കുട്ടികളുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞാൽ എം.ടി വായിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് മറ്റേ കാലത്തിൽ നടന്നത് മറ്റേ സേതും മറ്റേ സുമിത്രയുടെ അലക്കിത്തേച്ച മറ്റേ മുണ്ട് സേതുവിൻ്റെ ദേഹത്ത് തൊടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് രോമാഞ്ചവും കുളിരുമൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ തോളിൽ കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൺപെൺ വ്യത്യാസമെല്ലാം നടക്കുന്നൊരു കാലഘട്ടത്തിൽ അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവുകത്തിൻ്റെ വ്യത്യാസമാണല്ലോ. ഈ എം.ടിയുടെ ഈ ചെറുകഥകളുടെ സമ്പൂർണ്ണ സമാഹാരം ഈ തൃശ്ശൂരിലെ കറണ്ട് ബുക്സ് ഇറക്കിയിരുന്ന കാലത്ത് ആദ്യത്തെ ഈ തിരഞ്ഞെടുത്ത കഥാസമാഹാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തൃശ്ശൂർ കറണ്ട് തോമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എം.ടിയുടെ ആദ്യമായിട്ട് വന്നതിൽ ആ സമ്പൂർണ്ണ അന്നത്തെ കഥകളുടെ സമാഹാരം മുഴുവൻ വായിക്കുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഗാഗുൽത്തയിലെ പൂക്കൾ എന്ന് പറഞ്ഞൊരു കഥ. അത് നായർ സമുദായമൊന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഗാഗുൽത്തയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രചന. അതിനെപ്പറ്റി ആരും പറഞ്ഞും കേട്ടിട്ടില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായ, പിൽക്കാലത്ത് മറ്റേ ഷൈലോക്ക് ഒക്കെ എഴുതുന്ന പോലെ അതിനൊരു ആദ്യകാലത്തെ ഒരു മോഡൽ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഈ ഗാഗുൽത്തയിലെ പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ കിടപ്പുണ്ട്. പിന്നെ ദാറസ്സലാം എന്ന് പറഞ്ഞിട്ടൊരു കഥ. ഇങ്ങനെ
ഇങ്ങനെ ചില കഥകൾ, ഇപ്പൊ പേര് ഞാൻ ചിലത് പറഞ്ഞല്ലോ, അതെ അതെ. ഇങ്ങനെ ചില കഥകളാണ് നിലനിൽക്കുക. മാത്രമല്ല ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട പല സാധനങ്ങളും എനിക്ക് തോന്നുന്നു കാലത്തിനകത്ത് അത് പോകുന്ന ഒരു സംഗതികളായിരിക്കും. അത് ഭാഷ കൊണ്ടുപോലും ഇതിനെ സബ്ലിമേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല MTയുടെ ഈ കഥകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഈ കഥാബിന്ദു, കേന്ദ്ര ബിന്ദു എപ്പോഴും ഒരേ സംഗതിയാണെന്ന് പലപ്പോഴും നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ സിനിമയിൽ മുഴുവൻ ഇങ്ങനെയാണ്. മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു, പീഡിതമായ ബാല്യം, ഒരു പ്രണയം, അതിനകത്തൊരു ചതി ഉണ്ടാവാം. ഇത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി അതിനെല്ലാം അതിജീവിച്ചു പോയി ഭൗതികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ആ സമയത്ത് ആ കാമുകിയെ തള്ളിക്കളയുന്നു. തിരിച്ചു വന്നിട്ട് തന്നെ പീഡിപ്പിച്ചവരുടെ മുഖത്ത് നോക്കിയിട്ട് ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റ് വലിച്ച് വിടുന്നു. ഒരു പ്രതികാരത്തിൻ്റെ ഒരു സാധനം. ഈ ഒരു സൈക്കിളിൽ കിടന്നിട്ട് MTയുടെ എല്ലാ കഥകളിലും നോവലും ഈവൻ രണ്ടാം എഴുത്തിൽ പോലും ആ ഒരു ഇത് സംഗതി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ഉദാഹരണത്തിന് ഇപ്പം വടക്കൻ വീരഗാഥ, MTയുടെ വടക്കൻ വീരഗാഥ എന്തുകൊണ്ടാണ് വടക്കൻ വീരഗാഥയിൽ ചന്തു ചതിയനായതെന്നുള്ളത് നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞതുപോലെ ഈ ആത്മീയ സത്യാന്വേഷണത്തിൻ്റെ ആ വഴിയിലൂടെ പോകാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാര്യം ചന്തു എന്ന് പറയുന്നത് അതിസമർത്ഥനായ ഒരു വില്ലാളി വീരൻ തന്നെയാണ്, സംശയമില്ല. പക്ഷെ അയാളെ ജയിക്കാൻ കഴിഞ്ഞില്ല. അതെ, അതുകൊണ്ടാണ് VKN പറഞ്ഞത് രണ്ടാം മുഴുവൻ MT എഴുതിയപ്പോ അതിലെ ഭീമൻ നായരായിരുന്നു. അതെ, കറക്റ്റ്, എക്സാക്ട്ലി. കാരണം അദ്ദേഹത്തിന് ഈ മഹാഭാരതത്തിന്റെ സത്ത എന്താണെന്ന് പിടികിട്ടിയില്ല. കാര്യം മഹാഭാരതം പറയുന്നത് ഡിറ്റാച്ച്മെന്റ് ആണ്, ഒറ്റ വാക്കി പറഞ്ഞ ഡിറ്റാച്ച്മെന്റ്. പക്ഷേ ഈ ധർമാധർമ്മ വിചാരത്തിന് വേണ്ടിയാണ് അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റിലാണ്. ഡിറ്റാച്ച്മെന്റ്. പക്ഷേ ഈ രണ്ടാം മുഴുവൻ എഴുതിയിരിക്കുന്നത് മുഴുവൻ അറ്റാച്ച്മെന്റിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ പക്ഷേ എന്നാലും നമ്മളുടെ ഈ മാധ്യമങ്ങൾ ഈ MTയെ സാഹിത്യത്തിൻ്റെയും മലയാള സാഹിത്യത്തിൻ്റെയും അവസാന വാക്കായിട്ടുണ്ട് പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ MTയുടെ ഒരു സംഭാവനകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങളും അതേപോലെ വായനയെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ MTയെ ഈ മലയാള സാഹിത്യത്തിൻ്റെ അവസാന വാക്കായിട്ട് നമ്മുടെ ഈ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഇതെന്തുകൊണ്ട് അങ്ങനെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേങ്കിൽ അവർക്ക് ഈ എന്തുകൊണ്ടായിരിക്കും ഞാൻ അത് വളരെ സിമ്പിളാണ്. എന്താന്ന് വെച്ചാൽ ഈ MT ഈ സിനിമയിൽ വന്നല്ലോ, തിരക്കഥ എഴുതി സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യന് പ്രശസ്തി കിട്ടും, വേറെ സൗകര്യങ്ങളുമൊക്കെ കിട്ടും. പത്മരാജനെ പറ്റി ആളുകൾ ധാരാളം സംസാരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രചനാലോകം അത്ര ഗംഭീരമായതുകൊണ്ടല്ല, സിനിമയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ MT വാസുദേവൻ നായർ വളരെ പ്രശസ്തിയിൽ കൊണ്ടുവന്നിരിക്കുന്നതിൽ സിനിമയ്ക്കാണ് വലിയ പങ്കുള്ളത്. അദ്ദേഹം തിരക്കഥയുടെ അവസാന വാചകമാണെന്നൊക്കെ ആളുകൾ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കൽ എന്നോട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂടെ എൻ്റെ ഒരു ബുക്ക് ഷോപ്പ്, ഹാംലെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പ് എനിക്ക് എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം അടൂർ ഗോപാലകൃഷ്ണനാണ് നിർവഹിക്കുന്നത്. അപ്പം മനോജ് എന്ന് പറഞ്ഞ് ധാരാളം പൈസയുള്ളൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ രാമേന്ദ്രനൊരു സഹായം ചെയ്യണം മനോജ് പറഞ്ഞു. മനോജ് സിനിമ പിടിക്കാം, പ്രൊഡ്യൂസറാകാം, MTയുടെ സ്ക്രിപ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യണം, അടൂരിനോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ മനോജിൻ്റെ പ്രസൻസിൽ അടൂരിനോട് അടൂർ മറ്റേ ഇങ്ങനൊരു അടൂർജി ഇങ്ങനൊരു ആഗ്രഹമുണ്ട് മനോജിന്, MTയുടെ സ്ക്രിപ്റ്റ് MT ആയിട്ട് വലിയ അടുപ്പാണ് മനോജിന്, നമ്പൂതിരിയായിട്ടും ഒക്കെ വലിയ അടുപ്പാണ്, അദ്ദേഹം തിരക്കഥയൊക്കെ സംഘടിപ്പിച്ചോളും. ഇത് കേട്ട പാട് അടൂര് പറഞ്ഞു, പക്ഷെ അത് മുഴുവൻ സംഭാഷണമല്ലേ ശരിയാ എന്ന് പറഞ്ഞു. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ സംഭാഷണമാണെന്ന് അടൂര് പറഞ്ഞു. ദൃശ്യകല അല്ല ഈ MTയുടെ തിരക്കഥ, ഇതാണ് അടൂര് പറഞ്ഞത്. അപ്പോൾ സിനിമയ്ക്ക് ശരിക്കും ഈ പറഞ്ഞ പോലെ ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക് സിനിമയ്ക്ക് വലിയ സംഭാവനകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ പ്രശസ്തിക്ക് മാറ്റുകൂട്ടാനായിട്ട് സിനിമ ഗംഭീരമായ പലതിനും ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെപ്പറ്റി നല്ല ബോധം MTക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ ആദ്യകാലത്ത് നമ്മുടെ സിനിമ പേജ് ചെയ്യുന്ന മനോരമയിലെ സുഹൃത്ത്, ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുന്നു, MTയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാമോ, ഏതോ വടക്കമീര എന്തോ വന്ന കാലത്താണ് സിനിമയെ. അപ്പോൾ MT എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ഹോട്ടലിലുണ്ട്, T ദാമോദരൻ്റെ കൂടെ എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ അങ്ങനെ ഹരിഹരൻ്റെ കൂടെയോ മറ്റോ പറഞ്ഞു. ഞാൻ ആ ഹോട്ടലിലേക്ക് വിളിച്ചു,
മനോരമയിൽ നിന്നാണ് എം ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എം ടിയോട് ചോദിച്ചു, ഒന്ന് കണ്ടാൽ കൊള്ളാം, അപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചു. അല്ല, സിനിമയെ പറ്റി സംസാരിക്കാനാണ്, തിരക്കഥകളെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എം ടി പറഞ്ഞു, നിങ്ങളൊരു മേജർ പേപ്പറാണ്, പക്ഷേ ഞാൻ സിനിമയെപ്പറ്റി ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ എൻ്റെ വായടപ്പിക്കാം, പക്ഷെ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, സിനിക്കിനോട് സിനിമയെപ്പറ്റി സംസാരിച്ച ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്, സിനിക്ക് എഴുതിയത്. അതൊരു പ്രത്യേക അവസ്ഥയിൽ അന്ന് സിനിക്ക് ഈ ഇന്നത്തെ സിനിമയിലെ ആളുകളെ പറ്റിയൊന്നും ചോദിക്കാതെ ഒരു ആർട്ട് ഫോം എന്നുള്ളതിലേക്ക് ചോദിച്ചതിനെ പറ്റിയായിരുന്നു. അല്ലാത്ത തരം അഭിമുഖങ്ങൾ സിനിമയെപ്പറ്റി ഞാൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയിൽ വ്യാപരിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് പുറത്തേക്ക് വരാനല്ല, എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നിൽക്കാൻ തന്നെയായിരുന്നു എം ടിക്ക് താല്പര്യം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. തുടക്കം മുതൽ അവസാനം വരെ എം ടിയുടെ താല്പര്യം അത് തന്നെയാണ് സാധനം. അതേപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലെ സാമൂഹികമായിട്ട് വലിയ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം, നമ്മുടെ സമൂഹത്തിൻ്റെ നിലവാരത്തിനെ അളക്കാനായിട്ടൊരു അളവുകോലായിട്ട് ഉപയോഗിക്കുന്നത് നിർമാല്യത്തിലെ അവസാനം വിഗ്രഹത്തിനെ കർക്കിച്ചു തൂക്കുന്ന ആ ഒരു രംഗമാണ്. അത് വാസ്തവത്തിൽ അന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് എം ടി ചെയ്ത്. യഥാർത്ഥത്തിൽ എം ടിക്ക് ഈ ക്ഷേത്ര സംസ്കാരം എന്താണെന്നും അല്ലെങ്കിൽ ഭക്തിയോ ആരാധനയോ ഇത് സംബന്ധിച്ചിട്ട് എന്താണെന്നും ഉള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാകാതിരുന്ന വെറും ഒരു സാധാരണ ഭക്തൻ്റെ ലെവലിലോ അതല്ലെങ്കിൽ ഒരു പകുതി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാനസികാവസ്ഥയിലോ അതിനെ കണ്ടതിൻ്റെ പേരിലാണ്. അതായത് ദൈവം എന്തായാലും കൊടുക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ നിർമാല്യത്തിൽ ആ രംഗം വന്നിരിക്കുന്ന സാധനം അല്ലേ. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഭാര്യ സരസ്വതിയോടുകൂടി കൂടെയൊക്കെ പോയിട്ട് പ്രായശ്ചിത്തം ചെയ്തതായിട്ടും കേട്ടിട്ടുണ്ട്. അല്ല, അവിടെ പറഞ്ഞു അതിപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം എം ടിക്ക് ആ ഒരു സാധാരണ ഭക്തന്റെ അവസ്ഥയിൽ നിന്ന് ഈ ഭക്തി എന്താണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എം ടിക്ക്. ഇതെന്താന്ന് വെച്ചാൽ ഈ ആംഗ്രി യങ് മാൻ എന്ന് പറഞ്ഞിട്ട് സംഗതി ഈ മറ്റേ വെസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, സിഞ്ച് എന്നൊക്കെ പറഞ്ഞ ഐറിഷ് നാടകൃത്ത്, അയാളാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഈ ആംഗ്രി യങ് മാൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടിരുന്നത്. അപ്പോൾ എം ടി ഈ ബന്ധനം, വാരിക്കുഴി, സുകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു നടൻ ഉണ്ടായിരുന്നില്ലേ ഈ ആംഗ്രി യങ് മാനിലേക്ക് ശരിക്കും ഫിറ്റ് ഇൻ ചെയ്യുന്ന, ഇതൊരു കറക്റ്റ് ഫോർമുലയായിട്ട് വന്നു. കമ്മ്യൂണിസത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടൊന്നുമല്ല, അതൊന്നും അദ്ദേഹത്തിന്റെ രചനകളില്ല. അത് ഈ സ്വാധീനങ്ങൾ വരുമല്ലോ. അതെ, ഈ പോപ്പുലാരിറ്റി എന്നൊരു അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ഈ നിരീശ്വരവാദത്തിലേക്കൊക്കെ കുറെ നാൾ കൊണ്ട് നടന്ന. അതെ അതെ, അത് തുടക്കം യൗവനത്തിൽ നമ്മളതാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ അവിടെ തന്നെയാണ് എം ടി ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ പറഞ്ഞതുപോലെ പ്രായശ്ചിത്തം ചെയ്യുന്നു. അപ്പോൾ ആ മാനസികമായിട്ട് ആ ഒരു പരിവർത്തനത്തിലൂടെ എം ടിക്ക് കടന്നു പോകാൻ കഴിയും. എം ടി അതിൽ നിന്നൊക്കെ മുമ്പോട്ട് പോകാത്തത് എന്താണെന്ന് വെച്ചാൽ എം ടിയുടെ വായനയിലൊക്കെ ഒരുപാട് വായിക്കുന്ന ആളുകളാണ്. മാർക്കേഴ്സിൻ്റെ ഒക്കെ നേരത്തെ തന്നെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് തോന്നിയത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആ ഫിക്സേഷനിൽ കറക്റ്റാണ് സാധനം. ആ ഒരു പരാജിതൻ ആകില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും സിനിമകളും ഒക്കെ എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ നേരത്തെ ഈ വടക്കൻ വീരഗാഥ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മളത് പറയുന്നത് ഒരു പരിധിവരെ ഇച്ചിരി കടന്നു പോകുന്നൊരു സംശയമുണ്ട്. നമ്മളിലൊക്കെ ഈ സ്വാധീനങ്ങൾ നമ്മളെ അബോധ മനസ്സിലേക്കാണല്ലോ ഈ പോകുന്നത്. ഈ അബോധ മനസ്സിൻ്റെ ഒരു ഡിക്റ്റേഷൻ കൊണ്ടാണ് ബോധ മനസ്സിലൂടെ പലതും നമ്മൾ ചിന്തിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഈ ആത്മഹത്യയുടെ ഒരു സാധനം ഇന്ന് കേരളത്തിൽ നിന്ന് ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന രീതിയിലാണ് ആൾക്കാർ, കുട്ടികൾ പോലും കാണുന്ന സാധനം. ഇപ്പോൾ വടക്കൻ വീരഗാഥയിൽ ചന്തു നായകനാണ്, വീരനാണ്, ചന്തുവിനെ തോൽപ്പിക്കാൻ ആരുമില്ല. എന്നിട്ട് ചന്തു അവസാനം ചെയ്യുന്നത് എന്താണ്? ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അവനോട് സ്വയം കുത്തിഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചന്തു ശരിക്കും ഒരു ഹീറോ ആയിട്ട് ഹീറോയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ അടുത്ത കാലത്ത് ഇപ്പോഴും പലപ്പോഴും കേൾക്കാം, പിന്നെ എന്താണ് ചന്തുവിൻ്റെ ജീവിതം, തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കി എന്നുള്ള ഡയലോഗുകളൊക്കെ. അപ്പോൾ അത്ര നായക പരിവേഷമുള്ളൊരു വ്യക്തിയുടെ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസിനെയൊക്കെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം. പഴശ്ശിരാജ് അങ്ങനെയാണ് ആത്മഹത്യയല്ലേ? അതെ അതെ, അത് ചെയ്ത വേറൊരു തിരക്കഥയിലും അങ്ങനെ ആ ഒരു ട്രേസ് നമ്മൾ എല്ലാത്തിലും എം ടിയുടെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു സാധനം, ഈ ചിരി
ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയതയുടെ ഏറ്റവും വലിയ എക്സ്പ്രഷനാണ് ചിരി എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ചിരി തന്നെയാണ് ആത്മീയത എന്ന് പറയുന്ന സാധനം. എം ടി ചിരിക്കാത്തത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മഹിമയായിട്ട് പോലും പലരും എടുത്തു പറഞ്ഞു. ഓഫ് കോഴ്സ് ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഭാവങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്നൊരു സംശയമുണ്ട്. കാര്യം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരടുത്ത് അദ്ദേഹം വളരെ ഊഷ്മളമായിട്ട് ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണുകയും ചിത്രങ്ങൾ കാണുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. അത് ശരിയാ. പിണറായി വിജയനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും പൊട്ടിച്ചിരിക്കാറുണ്ടെന്ന് ആ സഖാക്കൾ പറയാറുണ്ട്. അപ്പോൾ എം ടി ഇനിയിപ്പോൾ അവസാനമായിട്ട് നോക്കാനുള്ളത് എം ടി എങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. അതേതാനും ചെറുകഥകളിൽ കൂടി ആയിരിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.